കഴിഞ്ഞ ദിവസങ്ങളിൽ വി.ഡി. സതീശനും ഇ.പി. ജയരാജനും തമ്മിൽ ചില വാക്പോരുകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴിതാ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി എത്തിയിരിക്കുകയാണ് എൽ.ഡി.എഫ് കൺവീനറായ ഇ.പി. ജയരാജൻ. ഇ.പി. ജയരാജനും രാജീവ് ചന്ദ്രശേഖറും തമ്മിൽ ബിസിനസ് ബന്ധമുണ്ടെന്നായിരുന്നു വി.ഡി. സതീശന്റെ ആരോപണം. എന്നാൽ ഈ ആരോപണങ്ങളെ ഒക്കെ തള്ളിക്കൊണ്ട് കടുത്ത ഭാഷയിൽ തന്നെ വിമർശനവുമായി ജയരാജൻ തന്നെ നേരിട്ട് രംഗത്ത് വന്നിരുന്നു. എന്നാൽ വി.ഡി. സതീശൻ പറഞ്ഞതിനെ ന്യായീകരിക്കുന്ന തരത്തിൽ ഒരു ചിത്രമൊക്കെ പുറത്തു വന്നിരുന്നതാണ്. മാത്രമല്ല ഇ.പി. ജയരാജനെതിരെ വിമർശനങ്ങളും ഉയർന്നു കേട്ടിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ വി.ഡി. സതീശനെതിരെ ആരോപണങ്ങളുമായി എൽ.ഡി.എഫ് കൺവീനർ നേരിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. സതീശൻ വിദേശ രാജ്യങ്ങളിൽ പോയി വലിയ തോതിൽ പണം പിരിച്ച് വീട് നിർമ്മിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞിരുന്നുവെന്നും വീട് നിർമ്മാണത്തിന് വേണ്ടിയാണ് പണം പിരിച്ചത്, അതിന്റെ തെളിവുകൾ ഒന്നും പുറത്തു വന്നിട്ടില്ല എന്നുമാണ് ഇ.പി. ജയരാജൻ പറയുന്നത്. വീടുകൾ നിർമ്മിക്കാൻ വേണ്ടിയാണ് പണം പിരിച്ചതെങ്കിലും വീട് നിർമ്മിച്ചു കൊടുത്തിട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ചില സ്പോൺസർമാരും എൻജിഒയും തമ്മിലുള്ള സഹകരണത്തിലൂടെ നിർമ്മിച്ചിട്ടുള്ള വീട് തന്റെ പട്ടികയിൽ ഉൾപ്പെടുത്തുകയാണ് വി.ഡി. സതീശൻ ചെയ്തത് എന്നാണ് ഇ.പി. ജയരാജൻ ആരോപിക്കുന്നത്. ഈ ഒരു പദ്ധതിയെ പുനർജനി എന്നാണ് അദ്ദേഹം പേരിട്ടതെന്നും ഇ.പി. ജയരാജൻ പറയുന്നുണ്ട്. മാത്രമല്ല ഈ പിരിച്ചെടുത്ത പണം എന്ത് ചെയ്തു എന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിയമസഭയിൽ ഉയർന്നു കേട്ട ഒരു ചോദ്യമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് 150 കോടിയോളം രൂപ വി.ഡി. സതീശൻ കൈപ്പറ്റിയതായുള്ള ഒരു ആരോപണം. മറ്റൊരു കാര്യം, ഇവിടെ വി.ഡി. സതീശൻ ഉന്നയിച്ചിട്ടുള്ള ചില കാര്യങ്ങളാണ്. വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവാണ്. വി.ഡി. സതീശനെ കുറിച്ച് ഒരുപാട് ആക്ഷേപങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അതിലൊന്ന്, വി.ഡി. സതീശൻ വിദേശ രാജ്യങ്ങളിൽ പോയി വലിയ തോതിൽ പണം പിരിച്ച് ഇവിടെ വീട് നിർമ്മിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി എന്ന് പറഞ്ഞുകൊണ്ട് പണം പിരിച്ചു. ആ പണം പിരിച്ചതിൻ്റെ കാര്യങ്ങളൊന്നും പുറത്തു വന്നില്ല. ഇവിടെയാണെങ്കിൽ ഈ വീടുകൾ നിർമ്മിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പണം പിരിച്ചത് എന്നാണ് പറയുന്നതെങ്കിലും ആ പിരിച്ച പണം കൊണ്ട് വി.ഡി. സതീശൻ വീട് നിർമ്മിച്ചിട്ടില്ല. ഇവിടെ ചില സ്പോൺസർമാരും അതുപോലെ തന്നെ ചില എൻജിഒ സഹകരണത്തോടുകൂടി ഉണ്ടാക്കിയിട്ടുള്ള വീട് തന്റെ പട്ടികയിൽപ്പെടുത്തി ഈ പുനർജനി എന്ന് അവകാശപ്പെട്ട്, അതാണ് പുനർജനി എന്നാണ് വി.ഡി. സതീശൻ അതിന് കൊടുത്ത പേര്. പുനർജനിയുടെ പേരിൽ വിദേശത്തു നിന്ന് വൻതോതിൽ പണം പിരിച്ചു. നിയമവിരുദ്ധമാണത്. ആ വിദേശത്ത് പിരിച്ച പണം വി.ഡി. സതീശൻ എന്ത് ചെയ്തു? ഇപ്പോഴാകട്ടെ കേരള നിയമസഭയിൽ ഉയർന്നു വന്നൊരു വിഷയമുണ്ട്. കേരള നിയമസഭയിൽ ഉയർന്നു വന്ന വിഷയം 150 കോടി രൂപ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് മത്സ്യം കൊണ്ടുവരുന്ന വലിയ പെട്ടിയിൽ 150 കോടി രൂപ കൊണ്ടുവന്ന് വി.ഡി. സതീശനെ ഏൽപ്പിച്ചു എന്നുള്ളതാണ്. അതിലൊരു 5-10 കോടി രൂപ ഇവിടുത്തെ ഏതെല്ലോ കോൺഗ്രസ് കമ്മിറ്റികൾ കൊടുത്തു. ബാക്കി പണം വി.ഡി. സതീശൻ കൊണ്ടുപോയി എന്നുള്ള ആക്ഷേപം ഉയർന്നു വന്നു. കേരള നിയമസഭയിൽ എം.എൽ.എ തന്നെ, നിലമ്പൂർ എം.എൽ.എ തന്നെ ഈ കാര്യം നിയമസഭയിൽ വ്യക്തമാക്കി. പക്ഷേ നിയമസഭയിൽ ഉണ്ടായിരുന്ന വി.ഡി. സതീശന് ഒരക്ഷരം പറയാൻ കഴിഞ്ഞില്ല. വി.ഡി. സതീശൻ 150 കോടി രൂപ കൈപ്പറ്റിയെന്നും അത് ചില കോർപ്പറേറ്റ് കമ്പനികൾക്ക് കൈമാറിയെന്നും ബാക്കി വന്ന പണം അദ്ദേഹം കൊണ്ടുപോയി എന്നുമായിരുന്നു ആ ഒരു ആരോപണം. നിലമ്പൂർ എം.എൽ.എ ആയിരുന്നു നിയമസഭയിൽ ഈ ഒരു ആരോപണം ഉന്നയിച്ചത്. കൂടാതെ വി.ഡി. സതീശനെതിരെ ഇ.ഡി. അന്വേഷണം വന്നപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതിപക്ഷ നേതാവ് എന്ന പദവി ഉപയോഗിച്ച് അതിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കിയെന്നും ഇ.പി. ആരോപിക്കുന്നുണ്ട്. മാത്രമല്ല പല ബി.ജെ.പി. നേതാക്കളെയൊക്കെ കണ്ട് അദ്ദേഹം കേസിൽ നിന്നുമൊക്കെ ഒഴിവാകാൻ ശ്രമിച്ചതായും അദ്ദേഹം ഇനി മേലാൽ ബി.ജെ.പിയെ കടുത്ത രീതിയിൽ വിമർശിക്കുന്നില്ല എന്നൊരു ധാരണയിലെത്തുകയും നേതാക്കളുമായൊക്കെ അത് പറഞ്ഞു വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു നിലപാടിലൊക്കെ വി.ഡി. സതീശൻ എത്തിയതെന്നുമാണ് ഇ.പി. ജയരാജൻ ആരോപിക്കുന്നത്. എന്തായാലും വി.ഡി. സതീശൻ പറഞ്ഞതുപോലെ രാജീവ് ചന്ദ്രശേഖറുമായി തനിക്ക് ബിസിനസ് ബന്ധമുണ്ട് എന്നുള്ള ഒരു ആരോപണം നിലവിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ വി.ഡി. സതീശനെതിരെ പുതിയൊരു ആരോപണം അല്ലെങ്കിൽ പഴയ പുനർജനി പദ്ധതി വീണ്ടും കുത്തിപ്പൊക്കിക്കൊണ്ട് ഇ.പി. ജയരാജൻ വന്നിരിക്കുന്നത്.